നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മൂലം നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ കഴിഞ്ഞ വാരത്തിൽ പറഞ്ഞിരുന്നു. ഈ വാരം നമുക്ക് മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മൂലയൽപസൗഖ്യ വിധവാദരിദ്ര രോഗാഭിഭൂത ബഹുശത്രുപക്ഷ നാരീഭവേത് ബാന്ധവലോകഹീന പരാഭിഭൂത ബഹുനീചഗർവ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ അല്പമാത്രമായ സുഖം അനുഭവിക്കുന്നവളും ദാരിദ്ര്യവിഷമതകൾ ഉള്ളവളും രോഗിയും ആയിരിക്കാം. അവൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും. ബന്ധുക്കൾ കുറവാകും. വേണ്ടാത്തതായ കാര്യങ്ങളിൽ ഗർവം ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഫലത്തിൻ്റെ, ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അധികം പേർക്കും വിവാഹ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങൾ വന്നു ചേരുന്നതായി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപിലായിട്ട് ഒരു ഉത്തമ ദൈവജ്ഞനെ കൊണ്ട് ജാതക ചിന്ത നടത്തി ഉചിതമായിട്ടുള്ള പരിഹാരക്രിയകൾ നടത്തുന്നത് നന്നായിരിക്കും. മൂലം നക്ഷത്രം ഒരു പുരുഷ നക്ഷത്രവും അസുര നക്ഷത്രവുമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിത് അശുഭകാരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്ലേശഭൂയിഷ്ടമാകും ഇവരിൽ മിക്കവാറും പേരുടെ ദാമ്പത്യ ജീവിതം. ഭാഗ്യദേവത ഇവരുടെ നേർക്ക് കൺതുറക്കുവാൻ മടി കാണിക്കുന്നതായിട്ടാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ജാതകപ്രകാരം ഗ്രഹങ്ങളെല്ലാം തന്നെ നല്ല സ്ഥിതിയിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടായിരിക്കും ഇവർക്ക് അനുഭവമാവുക. ഭാഗ്യാനുകൂലതയും ഇവർക്ക് ഉണ്ടായേക്കാം. പൊതുവെ ഭർത്താവുമായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലഹങ്ങൾ, വിവാഹമോചനം, വൈധവ്യം, സന്താന പ്രയാസം തുടങ്ങിയ കാരണങ്ങൾ നിമിത്തമായിട്ട് ഇവർ ദുഃഖിതകളും നിസ്സഹായരുമായിട്ടാണ് കാണപ്പെടുന്നത്. വിവാഹത്തിന് പ്രതിബന്ധമോ അല്ലെങ്കിൽ കാലതാമസമോ അധികം പേർക്കും ഉണ്ടായേക്കാം. സഹൃദയരാണ് ഇവരെങ്കിൽ കൂടിയും നിർബന്ധശീലം ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. കേവലം നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും മുൻകോപവും പിടിവാശിയും ഉള്ളവരായിരിക്കും ഇവർ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ കണ്ട് കോപിച്ചു കളയും. ഇതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. നയപരമായിട്ട് പെരുമാറുവാനുള്ള കഴിവില്ലായ്മ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും വന്നു ചേരാം എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകോപം ഒഴിവാക്കി ക്ഷമയോടും വിവേകത്തോടും കൂടി ജീവിതത്തെ നോക്കിക്കാണുവാൻ ശ്രമിക്കണമെന്നാണ് ഇവർക്കായുള്ള ജ്യോതിഷപരമായിട്ടുള്ള നിർദ്ദേശം. മൂലനക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 4 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടപ്രദമായിരിക്കുന്ന സമയമാണ്. ബാല്യകാലത്തിൽ ചില അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. 4 വയസ്സ് മുതലൊക്കെ 24 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം പൊതുവെ ഐശ്വര്യപ്രദമാണ്. മെച്ചമായ വിദ്യാഭ്യാസം, ഉയർന്ന നിലയിലുള്ള ജോലി എന്നിവ ഉണ്ടാകും. സ്ത്രീകൾക്ക് ഈ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ വിവാഹവും നടക്കാൻ ഇടയുണ്ട്. 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. ഉദ്യോഗ ഗുണം, സന്താനഭാഗ്യം തുടങ്ങിയവയും രോഗപീഠ, ധനനഷ്ടം, യാത്രാക്ലേശം, ബന്ധുവിയോഗം തുടങ്ങിയവയും ഇക്കാലത്ത് അനുഭവമാകാം. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സമയമാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്. വീട്, വാഹനം മുതലായ സൽഫലങ്ങൾ ഈ സമയത്തിൽ വന്നു ചേരും. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമാണ്. ഭൂമിലാഭം, രാജപ്രീതി തുടങ്ങിയ ഗുണങ്ങൾക്കൊപ്പം തന്നെ ബന്ധുജനവിയോഗവും ഫലം തന്നെയാണ്. 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഗുണദോഷ മിശ്രമായ സമയമാണ്. 65 വയസ്സ് മുതൽ സമാധാനപരമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടം, അവിട്ടം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും അഷ്ടമരാശിക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളും ഇവർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പ്രസ്തുത നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായിട്ട് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നതുമെല്ലാം തന്നെ ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടുകെട്ടും അത്ര കണ്ട് ഗുണകരമല്ല. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ പൊരുത്ത ചിന്തനം ഇതിൽ നിന്നും അല്പം വിഭിന്നമായതുകൊണ്ട് തന്നെ പങ്കാളിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ജ്യോതിഷിയുടെ അഭിപ്രായം തേടേണ്ടതാണ്.
മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ്. മൂലം, അശ്വതി, മകം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും വ്രതം, ജപം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും പതിവായി ജപിക്കുന്നതും ഗുണം ചെയ്യും. ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും പ്രത്യക്ഷ ഫലമാണ്. രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഗുണം ചെയ്യുന്നതാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഇതെല്ലാം തന്നെ നല്ലതാണ്. വ്യാഴാഴ്ചയും മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികളും മറ്റ് പുണ്യകർമ്മങ്ങളും നടത്താവുന്നതാണ്. മൂലം നക്ഷത്രത്തിൻ്റെ നക്ഷത്രവൃക്ഷം പൈനാണ്. പശ്ചിമഘട്ട മഴക്കാടുകളിൽ വളരുന്ന ഒരു നിത്യഹരിതമായ ഒരു വൻമരമാണ് വെള്ളപ്പൈൻ. 40 മുതൽ 60 മീറ്ററോളം ഉയരം വയ്ക്കും. പശ്ചിമഘട്ടത്തിൽ 2000 മില്ലിമീറ്റർ കൂടുതൽ മഴയുള്ള ഉയരം കുറഞ്ഞ മലകളിലാണ് ഇവ വളരുന്നത്. എന്നാൽ അപൂർവമായിട്ട് ഭൂമിക്കടിയിൽ ജലം കൂടുതലായുള്ള ചില ഇലകൊഴിയും കാടുകളിലും നാട്ടിൻപുറത്തും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലും ഇവ വളരുന്നുണ്ട്. ഇതിൻ്റെ കറ വാർണിഷ് ഉണ്ടാക്കാനും പുകയ്ക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കും. മരക്കറ വായു ശുദ്ധീകരണത്തിനും തൈലം ഉണ്ടാക്കുന്നതിനും വളരെയധികം ഗുണകരമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഈ വൃക്ഷത്തിനെ മുറിക്കാൻ പാടില്ല. ദീർഘായുസ് കാക്ഷിക്കുന്ന വ്യക്തികളെ ഈ വൃക്ഷത്തിനെ നട്ടുവളർത്തി സംരക്ഷിക്കുന്നത് ഗുണകരമാണ്. മൂലം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം ശുനകൻ അഥവാ നായാണ്. മനുഷ്യൻ ഇണക്കി വളർത്തുന്ന മൃഗങ്ങളിലെ ഏറ്റവും നന്ദിയുള്ള മൃഗമായാണ് നായ അറിയപ്പെടുന്നത്. ചെന്നായിയുടെ ഉപജാതിയും സസ്തനികളിലെ കാർണിവോറ ഓർഡറിലെയും അംഗമാണ് നായ്ക്കൾ. പണ്ട് കാലങ്ങളിൽ നായാട്ടിനും കാവലിനുമൊക്കെയായി ഉപയോഗിച്ചിരുന്ന നായ്ക്കളെ ഇന്ന് പോലീസ് സൈനിക മേഖലകളിലെ സേവനത്തിനും മറ്റുമെല്ലാമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മണം പിടിക്കാനുള്ള ഇതിൻ്റെ കഴിവ് തന്നെയാണ് ഇതിന് കാരണം. നായ്ക്കളുടെ മൂക്കിലെ ഒരു തപാൽ സ്റ്റാമ്പിൻ്റെ അത്രയും സ്ഥലത്തിൽ ഏകദേശം ഒരു 50 ലക്ഷം ഘ്രാണ സംവേദിനി കോശങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് നായ്ക്കളെ നല്ലപോലെ ഘ്രാണശക്തിയുള്ളവരാക്കി തീർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് കേൾക്കാനും കഴിയുന്നതിൻ്റെ 4 ഇരട്ടി ദൂരത്തുള്ളതായിരിക്കുന്ന ശബ്ദം കേൾക്കാനും നായ്ക്കൾക്ക് കഴിയുന്നതാണ്. ഇതിൻ്റെ ചെവി പല പല ദിശകളിലേക്കും തിരിക്കുവാൻ ഇതിന് സാധിക്കുന്നത് കൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ ഉറവിടം ഇതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്രമൃഗമായിരിക്കുന്ന നായയെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ ഇതിനെ വളർത്തുന്നത് ഗുണകരവുമാണ്. മൂലനക്ഷത്രത്തിൻ്റെ നക്ഷത്രപക്ഷി കോഴിയാണ്. മലയാളികൾക്ക് കോഴികളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിരിക്കുന്ന യാതൊരു തരത്തിലായിരിക്കുന്ന ആവശ്യവുമില്ല. പണ്ടെല്ലാം ഓരോ വീട്ടിലും കോഴികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. മനുഷ്യർ മുട്ടയ്ക്കും ഇറച്ചിക്കുമായി വളർത്തുന്ന ഒരു പക്ഷിയാണിത്. പക്ഷികളിൽ ഫാസിയാനിഡ കുടുംബത്തിലെ ഉപകുടുംബമായ ഫാസിയാനിയിലെ ഒരു ഇനമാണ് കോഴി. ഇണക്കി വളർത്തപ്പെടുന്ന ചുവന്ന കാട്ടുകോഴികളുടെ പിൻതലമുറയാണ് ഇന്ന് നമ്മൾ കാണുന്ന വളർത്തുകോഴികൾ. ആൺവർഗത്തെ പൂവൻകോഴി എന്നും പെണ്ണിനെ പിടക്കോഴി എന്നും വിളിക്കുന്നു. ആൺകോഴിയായ പൂവൻകോഴിക്ക് വളഞ്ഞ തൂവൽ ചേർന്ന അങ്കവാലും തലയിലെ ചുവന്ന പൂവും ചുവന്ന താടിയും മോടികൂട്ടുന്നു. പക്ഷികളുടെ ഗണത്തിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളതെങ്കിലും പരിമിതമായിരിക്കുന്ന ദൂരം മാത്രമേ ഇതിനെ പറക്കാൻ കഴിയുകയുള്ളൂ. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്ര പക്ഷിയായ കോഴിയെ ഉപദ്രവിക്കാൻ പാടില്ല. നക്ഷത്രയോനി പുരുഷയോനിയാണ്. മനുഷ്യരിൽ പ്രായപൂർത്തി എത്തിയ ആൺ വിഭാഗത്തെയാണ് പുരുഷൻ എന്ന് പറയുക. വിവാഹ വിഷയത്തിലാണിത് പ്രധാനമായും ചിന്തിക്കുക. യോനിപ്പൊരുത്തം എന്നാണ് ഇതിൻ്റെ പേര്. നക്ഷത്രഗണം അസുരഗണമാണ്. ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ ദിതിയിലുണ്ടായ പുത്രന്മാരാണ് അസുരന്മാർ. അതിഥിപുത്രന്മാരായ ദേവന്മാരുടെ ശത്രുക്കളാണ് അസുരന്മാർ. ഇവർ തിന്മയുടെ പ്രതിരൂപങ്ങളാണ്. എന്നാൽ കൂടിയും ഇവരിലും നല്ല വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. പ്രഹ്ലാദൻ, മഹാബലി തുടങ്ങിയവർ തന്നെ അതിന് ഉദാഹരണമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ നക്ഷത്രദേവത നിര്യതിയാണ്. അഷ്ടദിക്പാലകന്മാരിൽ തെക്ക് പടിഞ്ഞാറേ മൂലയുടെ അധിപതിയാണ് നിര്യതി. മറ്റ് ദിക്കുകളിലൊക്കെ തന്നെ ദേവന്മാരായിരിക്കുന്ന അധിപതികളുള്ള സമയത്തിൽ തെക്ക് പടിഞ്ഞാറേ മൂലയുടെ, അതായത് കന്നിമൂലയുടെ സംരക്ഷകൻ ഒരു അസുരനാണ് എന്നാണ് സങ്കല്പം. വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ശുദ്ധിയും വൃത്തിയും വേണ്ട ഒരു സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നു. നിര്യത ശബ്ദത്തിന് യസ്യ ഋതം നാസ്തി സ നിര്യത എന്നാണ്.
ആർക്കാണോ ഋതം അഥവാ സത്യം ഇല്ലാത്തത് അവനാണ് നിര്യതി. കന്നിമൂല എന്ന് സാധാരണ ജനങ്ങൾ പറയുന്ന ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റ് 7 ദിക്കുകൾക്ക് അധിപന്മാരായിട്ട് ദേവന്മാരെ നിയോഗിച്ച വാസ്തുശാസ്ത്രം ഈ ദിക്കിന് മാത്രമാണ് ഒരു രാക്ഷസനെ അധിപനാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ദിക്കുകളെ അപേക്ഷിച്ചിട്ട് ഈ ദിക്കിന് ബുദ്ധിമുട്ടുണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന അശുദ്ധി ഉണ്ടായാൽ അത് ഏറ്റവും ദോഷപ്രദമായിരിക്കുന്ന അനുഭവങ്ങളെ ഗൃഹനാഥന് കൊടുക്കുന്നതാണ്. അസുരന്മാരുടെ അധിപനായിരിക്കുന്ന നിര്യതി മറ്റ് അധിപന്മാരെ അപേക്ഷിച്ച് കൂടുതൽ കരുത്തനും ക്ഷിപ്രകോപിയും ആയതുകൊണ്ട് തന്നെ താമസക്കാർക്ക് ഗുണമായാലും ദോഷമായാലും ശരി ഉടനടി ഫലത്തിനെ കൊടുക്കുന്നതായിരിക്കും. വലത് കൈയിൽ ഒരു വലിയ വാളും ഇടത് കൈയിൽ ഒരു വലിയ പരിചയം പിടിച്ചാണ് നിൽപ്പ്. ശത്രുനിഗ്രഹത്തിന് സദാ തയ്യാറാണ് എന്ന് ആ രൂപം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ദീർഘാദേവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. ജീവജാലങ്ങളുടെ രക്തം കുടിക്കുന്ന അദ്ദേഹം പച്ചമാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. വീട്ടുവളപ്പിലെ ഈ ദിക്കിന് എന്തെങ്കിലും അശുദ്ധി മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ അവിടെ താമസിക്കുന്നവരെ അദ്ദേഹം സന്തോഷത്തോടു കൂടി തന്നെ ഉപദ്രവിക്കും എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അവിടെ ശൗചാലയം പണിയരുത് എന്ന് തന്നെ പറയാറുണ്ട്. കിണറോ അല്ലെങ്കിൽ കുളമോ കുഴിയോ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുക. എന്തായാലും ഈ ദിക്കിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കുന്ന വ്യക്തികളൊക്കെ ശത്രു സംഹാരം എളുപ്പത്തിൽ നേടാനാകും. കൂടാതെ സാമ്പത്തിക വിജയവും ഉണ്ടാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പ്രത്യേകം തങ്ങളുടെ നക്ഷത്ര ദേവതയായിരിക്കുന്ന നിര്യതി ദേവനെ നിത്യവും ഭജിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓം നിര്യതയെ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണകരമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഭാഗ്യനിറം മഞ്ഞയാണ്. ഭാഗ്യദിക്ക് കിഴക്കാണ്. ഭാഗ്യദിവസം വെള്ളിയാഴ്ചയും ഭാഗ്യസംഖ്യ 7ഉം ഭാഗ്യരത്നം വൈഡൂര്യവും ആണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രമേ ഭാഗ്യരത്ന നിർണയം നടത്താവൂ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.